ഹലോ നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഉദയഗിരി കന്തഗിരി കേവ്സ് കാണാൻ വന്നിട്ടുള്ള കേട്ടോ. ഇത് ഭുവനേശ്വറിലാണ് ഉള്ളത്. നമ്മൾ കുറേ സ്ഥലത്ത് ഈ ഉദയഗിരി കേവ്സ് കുറേ സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് മധ്യപ്രദേശിലാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കയറി പോകുമ്പോൾ തന്നെ നമുക്കൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. 20 രൂപ അതിൻ്റെ ചാർജ് ഉണ്ട് കേട്ടോ, എൻട്രി ഫീ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷന് കാര്യങ്ങളൊക്കെ ഒരു ബോർഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കാണാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ. രാവിലെ വന്ന് അത്രയും നല്ലത്, കാരണം ഒടുക്കത്തെ ചൂടാണ്. ഇത് കയറി പോകുമ്പോൾ തന്നെയുള്ള വ്യൂ ആണ്. ഇതൊക്കെ ഫസ്റ്റ് സെഞ്ച്വറി BC-യിൽ ഉണ്ടാക്കിയതാണെന്ന് പറയപ്പെടുന്നത് കേട്ടോ. അത്രയും പഴക്കമുണ്ട്. അന്നത്തെ കാലത്ത് ബുദ്ധിസ്റ്റ് മോങ്സ് കാര്യങ്ങളൊക്കെ ജീവിച്ചിരുന്ന സ്ഥലമാണ് ഇത് കേട്ടോ. അത്യാവശ്യം കുറേ എന്താ പറയുക, 2 മലകളായിട്ടുള്ളത്. ഒരു സൈഡ് ഉദയഗിരി, മറ്റേ സൈഡ് കന്തഗിരി. അങ്ങനെ ഓപ്പോസിറ്റ് മലകളിലായിട്ടാണ് ഉള്ളത്. ഇവിടെ ഇഷ്ടംപോലെ എന്തൊക്കെ എഴുതി വെച്ചൊക്കെ കാണാം കേട്ടോ. ഇംഗ്ലീഷ് നമുക്ക് പിന്നെ വായിക്കാനൊന്നും അറിയില്ല, എന്ത് ലാംഗ്വേജ് എന്ന് പോലും മനസ്സിലാവില്ല. അവരെന്തൊക്കെ എഴുതി കൂട്ടിയിട്ടുണ്ട്, എന്തൊക്കെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ബുദ്ധിസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവർ മറ്റേ തപസ്സിരിക്കുന്ന സ്ഥലം പോലെ ഉണ്ട് കാണുമ്പോൾ കേട്ടോ. പാറയൊക്കെ തുളച്ച് ഭയങ്കര തണുപ്പ് അതിൻ്റെ ഉള്ളിൽ. നല്ല രസമായിരിക്കും കേട്ടോ. ശരിക്കും ഇതിനകത്തൊക്കെ ഒരു ദിവസം ക്യാമ്പ് ചെയ്ത് ജീവിക്കണം, നല്ല രസമുണ്ടാവും. ഇതൊക്കെ കണ്ട ഒരു പാറ തുളച്ച് ശരിക്കും ഇതിനകത്ത് എന്താ പറയുക, ഒരു നമ്മളെ വിഗ്രഹമെല്ലാം വെച്ച് പൂജിക്കുന്നൊരു സെറ്റപ്പാണ്. അതുപോലെ അവിടെയൊക്കെ കാണാം പാറയൊക്കെ തുളച്ചിട്ട് കുറേ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഉദയഗിരി കേവ്സിൽ 18 കേവും, അതേപോലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കന്തഗിരിയിൽ 15 കേവാണ് കേട്ടോ ടോട്ടലി ഉള്ളത്. അന്നത്തെ കാലത്ത് അവരൊരു റെസിഡൻഷ്യൽ ഏരിയ പോലെ ഉണ്ടാക്കിയ ഒരു സ്ഥലമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ ഈ സ്ഥലം. അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ എന്താ പറയുക, ഒരു ടെമ്പിൾ സെറ്റപ്പൊക്കെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ആനേൻ്റെ ഒക്കെ ഉണ്ട്, ഹാത്തി കൊമ്പ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ എത്തിച്ചിട്ട് കേട്ടോ. ഇതാ ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഇപ്പോൾ അത്ര കാണാനുള്ളൂ. കുറച്ച് അവശിഷ്ടങ്ങൾ പോലെ ഒരു റൗണ്ട് സെറ്റപ്പൊക്കെ ഉണ്ട്. ഇത് കന്തഗിരി കേവ്സിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇവിടെ നോക്കിയാൽ കാണുന്നത്. അവിടെ കേവ്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിന്നാൽ നമുക്ക് ഭുവനേശ്വറിൻ്റെ ഏകദേശം ടൗൺ ഏരിയ ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നമ്മൾ ഹൈറ്റിലാണ് ഉള്ളത്, അതുകൊണ്ട് അത്യാവശ്യം ടൗണൊക്കെ കാണാൻ പറ്റും. സെക്കൻഡ് സെഞ്ച്വറി BC-യിൽ പിന്നെ എക്സ്കവേറ്റ് ചെയ്തെടുത്ത ഒരു ജൈൻ ഒരു ടെമ്പിളാന്നൊക്കെ പറയപ്പെടുന്ന കേട്ടോ. ഇവിടുത്തെ മരത്തിലൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക്കൊക്കെ കെട്ടി വെച്ചിട്ട് ഇതെന്ത് പ്രാന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കുറേ ഉണ്ട് കേട്ടോ. ഇതാണ് ഹാത്തി കൊമ്പ. ഹാത്തി കൊമ്പ എന്ന് പറയുന്നത് ജസ്റ്റ് ആനയുണ്ട് മുമ്പിൽ 2 എണ്ണം, ആനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരിത്. അപ്പോൾ 2 ആനയുടെ പ്രതിമ കാണാൻ പറ്റും. നല്ലൊരു രസമുണ്ട് കേട്ടോ കാണാൻ. ഇഷ്ടംപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു, കാണാൻ ഒരു രസമുണ്ട്. ഉദയഗിരി കേവ്സിൻ്റെ ഏറ്റവും താഴെ നിന്നുള്ളൊരു വ്യൂ ആട്ടോ ഇത്. ഇങ്ങനെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴെയുള്ള കുറേ ടെമ്പിൾസ് കാര്യങ്ങളൊക്കെ കൊത്തിവെച്ചൊക്കെ കാണാൻ പറ്റും. ഞാൻ പോയ സമയത്ത് അത്യാവശ്യം രാവിലെ പോയെങ്കിലും നല്ല വെയിലായിരുന്നു. ഇവിടെ കുറേ നമുക്ക് റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ സൈഡിലൊക്കെ ആയിട്ട് പില്ലേഴ്സിൽ കുറച്ച് കൊത്തുമണിയൊക്കെ കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ കേട്ടോ. മുകളിലേക്ക് കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. മുകളിലും താഴെയുള്ള സെയിം സെറ്റപ്പാണ്. കുറച്ച് റൂംസായിട്ട് കുറച്ചവിടെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നിങ്ങനെ ക്രേവിങ്സ് ഉണ്ട്, അത് തുളച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ആർച്ച് സെറ്റപ്പിലൊക്കെ നമുക്ക് കുറച്ച് കൊത്തുപണിയൊക്കെ കാണാൻ പറ്റും. അതൊക്കെ കുറേയൊക്കെ നശിച്ചു പോയി. വളരെ കുറച്ച് മാത്രമേ പിന്നെ റീറ്റെയിൻ ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ പോയിട്ടോ. എന്നാൽ ഈ പില്ലേഴ്സൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇത് പണ്ടത്തെ കാലത്ത് വാട്ടർ ചാനലാണ് കേട്ടോ, വെള്ളം പോകാനുള്ള സെറ്റപ്പ് ആ സമയത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഓരോ സൈറ്റെല്ലാം ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കും കേട്ടോ, ഇതെല്ലാം ഉണ്ടാക്കിയാൽ എവിടെയായിരിക്കും ഇപ്പം, എത്ര വർഷം മുമ്പ് മരിച്ചിട്ടുണ്ടാവല്ലേ. നമ്മളൊക്കെ ഇതിപ്പം കാണുന്നുണ്ടല്ലോ, ഞാൻ ആലോചിക്കും അന്നത്തെ കാലത്തെ ഓരോ കലാവിരുതുകളെ.
ഉദയഗിരി കേവ്സിൽ ഇത്രയൊക്കെയാണ് കാണാനില്ല കേട്ടോ. ഈ കാണുന്നതൊക്കെ ഉള്ളൂ, അതിൻ്റെ മുകളിലൊന്ന് കയറി ഇറങ്ങാന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി കന്തഗിരി കേവ്സിലേക്ക് പോകാം. അത് ജസ്റ്റ് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ കന്തഗിരി എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് ഒരു ഹിൽ സ്റ്റേഷനാണ്. ജസ്റ്റ് ഹിൽ സ്റ്റേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, നടന്ന് കയറാൻ പറ്റുന്നതാണ് കേട്ടോ. കന്തഗിരിയിലെ മോസ്റ്റ് ഓഫ് ദ കേവ്സ് ഇങ്ങനെയാണ് ഉള്ളത്. എല്ലാം അടച്ചിട്ടാണുള്ളത്. അകത്ത് കയറാനുള്ള പെർമിഷൻ ഇല്ല. അകത്താണെങ്കിൽ ഒരു നല്ല അടിപൊളി കൊത്തുപണികളുണ്ട്. ഇത് ഞാൻ കഷ്ടപ്പെട്ട് എടുത്ത കേട്ടോ. ഗ്രില്ലിൻ്റെ ഇടയ്ക്കൊക്കെ കൂടി കയ്യിലിട്ട് എങ്ങനെയെല്ലാം എടുത്തതാണ്. മുകളിലേക്ക് കയറി പോയാൽ സ്റ്റെപ്സൊക്കെ കാണാൻ പറ്റും. നമുക്ക് മുകളിലേക്ക് കയറണ്ട, നമുക്ക് സൈഡിലേ പോയിട്ട് മുകളിലേക്ക് കൂടെ ഇറങ്ങി വരാം കേട്ടോ. നല്ല വെയിലുണ്ട്, വിചാരിക്കുന്ന പോലെയല്ല, നല്ല ചൂടാണ്. ഇവിടെ രാവിലെ 6 മണിയാകുമ്പോഴത്തേന് നല്ല വെയിൽ വരും. ഇത് കന്തഗിരി ടോപ്പിൽ നിന്ന് ഉദയഗിരിയിലേക്കുള്ള വ്യൂ ആട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ നോക്കിയാൽ അങ്ങോട്ട് കാണും. അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂ കിട്ടുന്നുണ്ട്. തിരിച്ച് ഓപ്പോസിറ്റിലെ വ്യൂ ആണ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ എന്ന് തോന്നി. കന്തഗിരി കേവ്സിൽ എല്ലാം അടച്ചിട്ടാണ് ഉള്ളത്. നമുക്കൊന്നും കാണാനൊന്നുമില്ല കേട്ടോ, വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പയ്യെ ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത സ്പോട്ട് പിടിക്കാമെന്ന് വെച്ച് പയ്യെ വിട്ടു കേട്ടോ. വർക്കൊക്കെ തീർത്ത് രാത്രിയാണ് പോയത്. അപ്പോൾ അടുത്തത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല എങ്ങോട്ടാണെന്നുള്ളത്. എന്തായാലും അടുത്ത പ്ലേസ് ഞാനൊന്ന് ഡിസൈഡ് ചെയ്തിട്ട് അതിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. താങ്ക് യു, ബൈ.